വണ്ടി കൈ കാണിച്ച് നിർത്തും, പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇങ്ങനല്ല വണ്ടി നിർത്തണ്ടേ, വണ്ടി ഒതുക്കി നിർത്തണം. ഇതേ 2 വീലർ തന്നെയാണ്, പിന്നെ ഇത് ഓൾട്ടർ ചെയ്ത് ക്ലാസ് മാറ്റിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ധരിക്കണം. മനസ്സിലായോ? പുറകിലിരിക്കുന്ന ആളും ധരിക്കണം, മുന്നിരിക്കുന്ന ആളും ധരിക്കണം. ഹെൽമെറ്റ് വെച്ചാൽ പോരാ, ഹെൽമെറ്റിൻ്റെ ചിൻ സ്ട്രാപ്പ് ഇടുകയും വേണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇത് സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാർക്കുള്ളതാണെന്ന് കരുതി നമ്മൾ അതിനകത്ത് ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫൈനൊന്നും ആകുന്നില്ല, ഇതൊരു ഉപദേശം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോൾ പോയാലും ഹെൽമെറ്റ് ധരിക്കണം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിചാരമുണ്ട്, ഞാൻ പയ്യെ ഓടിക്കത്തോളം. ഓക്കെ അല്ലേ? പയ്യെ ഓടിക്കത്തുള്ളൂ. ഇപ്പോൾ മാക്സിമം പോയിട്ട് 25 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കത്തുള്ളൂ, അപകടമൊന്നും ഉണ്ടാകില്ല, ഇതല്ലേ ധാരണ. പക്ഷേ നമ്മളുടെ ബാക്കിൽ ഒരു വാഹനം വരുന്നു, അതിനൊരു 100 കിലോമീറ്റർ സ്പീഡാണെങ്കിൽ ഈ വണ്ടി വന്ന് നമ്മളെ ഇടിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത എത്രയായിട്ട് മാറുമെന്ന് അറിയാം? 125 കിലോമീറ്ററായിട്ട് മാറും. അതുകൊണ്ട് ഡേഞ്ചറാണ്. നമ്മളെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതിൽ നിന്ന് തെറിച്ചു പോകും. ആദ്യം തന്നെ ചെയ്യുന്നത് തലയായിരിക്കും ഇടിക്കുന്നത്. അപ്പോൾ നമ്മുടെ തല സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ഹെൽമെറ്റ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇനി മുതൽ അങ്ങനെ ഉപേക്ഷ വിചാരിക്കരുത്, മനസ്സിലായോ? എപ്പോഴും ഹെൽമെറ്റ് ധരിക്കണം. ബാക്കിൽ ആരെങ്കിലും ഉണ്ട് അവർക്കും ഒരു ഹെൽമെറ്റ് ഉണ്ടാവണം. ഓക്കെ. ഞാൻ പറയുന്നത് നമ്മൾ ഇതിനകത്ത് എക്സ്പോസ്ഡ് ആണോ, നമ്മൾ വീണാൽ വെളിയിലോട്ട് തെറിച്ചു പോകുമോ? തീർച്ചയായിട്ടും തെറിച്ചു പോകത്തില്ലേ? അപ്പോൾ അതൊരു ബർഡനായിട്ട് കരുതണ്ട. എന്ത് ചെയ്യുക? അപ്പോൾ ഇനിയും അത് തന്നെ ശീലമായിരിക്കും, ഇനിയും അങ്ങനെ തന്നെ ഉപയോഗിച്ചോളൂ. ഇതൊരു മോട്ടോർ വാഹന വകുപ്പിൻ്റെ റോഡ് സുരക്ഷ റോഡ് സുരക്ഷ മാസ ആചരണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2 വീലർ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും അവർക്ക് അപകടം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളുടെ വേഗത ഒരു 50 കിലോമീറ്ററിലൊക്കെ ആണെങ്കിൽ ഹെൽമെറ്റ് വെച്ചാൽ അപകടം പറ്റിയാലും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. 50 കിലോമീറ്ററിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചാൽ നമുക്ക് അപകടങ്ങൾ പറ്റും. പക്ഷേ 50 കിലോമീറ്റർ താഴെയുള്ള വേഗതയിൽ രക്ഷപ്പെടുത്തുന്നതിനേക്കാളും എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വേഗത ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ. ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റ് വെച്ചാൽ ചിൻ സ്ട്രാപ്പ് നിർബന്ധമായിട്ടും ധരിക്കണം. ഓക്കെ. റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പോകണം. പലപ്പോഴും 2 വീലർ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം റോഡിൻ്റെ അവരുടെ മാക്സിമം യൂസേജ്, ഒരിക്കലും അങ്ങനെ പോരുത്. നമ്മുടെ വണ്ടിയുടെ വേഗത വളരെ കുറവല്ലേ, മറ്റ് വാഹനങ്ങൾ നല്ല വേഗതയിലായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് കടന്നു പോകാൻ സ്ഥലം കൊടുത്തുകൊണ്ട് പരമാവധി ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡ്ജ് ലൈൻ. അപ്പോൾ ഈ കാരിയേജ് വേയുടെ ഏറ്റവും ഇടതുവശം ചേർന്ന് ഓടിച്ചു പോകുക. ഇപ്പുറത്തൂടെ ഉള്ളത് കാൽനട യാത്രക്കാർക്കാണ് സ്ഥലമുണ്ട്. ഓക്കെ, ഇവിടെ കാൽനട യാത്രക്കാർ ഈ ഭാഗത്തൂടെ നടന്നു. അപ്പം നമ്മൾ ആ റോഡിൻ്റെ കാരിയേജ് വേയിൽ കൂടെ ഇടതുവശം ചേർന്ന് പോവുക. വലത്തുവശത്തേക്ക് പിടിച്ച് കണ്ടിപ്പോൾ ആ വണ്ടികളൊക്കെ പോകുന്ന കണ്ടില്ലേ. അപ്പോൾ അദ്ദേഹം മാറി അവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പല വണ്ടികളും ഇടതുവശം ചേരത്തില്ല. ഇപ്പോൾ ആ വണ്ടികൾ അവിടുന്ന് വന്നപ്പോൾ ഇടതുവശം ചേരാതാണ് വന്നത്. മാക്സിമം പോകുന്ന പോലെ ഇടതുവശം ചേർന്ന് വാഹനം ഓടിച്ച് വേണം പോകാൻ വേണ്ടി. മനസ്സിലായി?